നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലഹരി ഉപയോഗ കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് ജാമ്യം. ഗൂഢാലോചനയ്ക്കും തെളിവ് നശിപ്പിച്ചതിനും കേസ്. തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണം. ഹോട്ടലിൽ മുറിയെടുത്തത് ലഹരി ഉപയോഗിക്കാനെന്നും ഇറങ്ങിയോടിയത് തെളിവ് നശിപ്പിക്കാനെന്നും എഫ്ഐആർ. വിൻസിയോട് അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്ന് നടന്റെ മൊഴി. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലെ ഗൂഢാലോചനാവാദം വ്യാജമെന്ന് ജോമോൻ. ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ. വനിതാ CPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിച്ചതോടെ അവസാന പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾ സമരം അവസാനിപ്പിച്ചു. സഹായം ചോദിച്ച് AKG സെന്ററിൽ പോയപ്പോൾ അധിക്ഷേപം നേരിട്ടുവെന്ന് ഉദ്യോഗാർത്ഥികൾ. അപമാനം തുടർന്നിടതു നേതാക്കൾ. ആശാവർക്കർമാരുടെ വിരമിക്കൽ പ്രായം 62 വയസ്സാക്കിയ നടപടി മരവിപ്പിച്ച് സർക്കാർ ഉത്തരവിറക്കി. വഖഫ് നിയമ ഭേദഗതിക്കെതിരെ സംഘർഷമുണ്ടായ ബംഗാളിലെ മുർഷിദാബാദ് സന്ദർശിച്ച് ദേശീയ വനിതാ കമ്മീഷൻ സംഘം. കലാപത്തിന്റെ തീവ്രത വിവരിച്ച് ക്യാമ്പിൽ കഴിയുന്നവർ. ദുരന്തബാധിതരെ കാണാൻ ഗവർണർ ആനന്ദ ബോസും എത്തി. ഗവർണറുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടെന്ന് തൃണമൂൽ കോൺഗ്രസ്. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ NIA അമേരിക്കയിലെ ജയിലിലെത്തി ചോദ്യം ചെയ്തേക്കും. നടപടി തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. ലഹരി ഉപയോഗത്തിനും ഗൂഢാലോചനയ്ക്കുമാണ് നടനെതിരെ കേസെടുത്തത്. ലഹരി ഉപയോഗിച്ചതായി ഷൈൻ സമ്മതിച്ചു. ഡാൻസ് ആഫിന്റെ പരിശോധനാ സമയത്ത് നടനൊപ്പം ഹോട്ടലിലുണ്ടായിരുന്ന അഹമ്മദ് മുർഷാദ് കേസിലെ 2ാം പ്രതിയാണ്. അതേസമയം നടി വിൻസി അലോഷ്യസിന്റെ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും ഷൈൻ മൊഴി നൽകി. 4.5 മണിക്കൂർ നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിലാണ് NDPS ആക്ടിലെ 27, 29 വകുപ്പുകൾ പ്രകാരം നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസെടുത്തത്. ലഹരി ഉപയോഗം, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ പോലീസും ഡാൻസ് ഓഫ് സംഘവും പരിശോധനയ്ക്കെത്തിയപ്പോൾ ഷൈൻ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരുന്നു. ഈ സംഭവത്തിൽ ചോദ്യം ചെയ്യാനാണ് ഷൈനെ വിളിപ്പിച്ചതും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തതും. ഷൈൻ ടോമിനൊപ്പം മുറിയിലുണ്ടായിരുന്ന അഹമ്മദ് മുർഷാദാണ് കേസിൽ 2ാം പ്രതി. അറസ്റ്റിന് ശേഷം ഷൈനിനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കി. ഉമിനീർ, മുടി, നഖം, രക്തം തുടങ്ങിയവയുടെ സാമ്പിളുകൾ ഷൈനിൽ നിന്ന് ശേഖരിച്ചു. പോലീസ് തേടുന്ന ലഹരി വിതരണക്കാരനായ സജീറുമായി ഷൈൻ ടോം ചാക്കോയ്ക്ക് ബന്ധമുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. സജീറുമായി ഗൂഗിൾ പേ വഴി ഷൈൻ ടോം ചാക്കോ നടത്തിയ സാമ്പത്തിക ഇടപാടുകൾക്കും പോലീസിന് തെളിവ് ലഭിച്ചു. ചോദ്യം ചെയ്യലിന്റെ ആദ്യഘട്ടത്തിൽ സജീറുമായി ബന്ധമില്ലെന്ന് നടൻ പറഞ്ഞെങ്കിലും തെളിവുകൾ നിരത്തിയതോടെ സജീറുമായി ബന്ധമുണ്ടെന്നും ലഹരി ഇടപാടുകൾ നടത്തിയതായും നടൻ സമ്മതിക്കുകയായിരുന്നു. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയും ലഹരി വിൽപ്പനക്കാരിയുമായ തസ്ലീമ സുൽത്താനിയുമായി ബന്ധമുണ്ടെന്നും ഷൈൻ മൊഴി നൽകി. സാമ്പത്തിക ഇടപാടുകളും ചാറ്റുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാകും ഇനി നടക്കുക. അതേസമയം തനിക്കെതിരെ നടി വിൻസി നൽകിയ പരാതി ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ഷൈൻ മൊഴി നൽകി. സിനിമാ സെറ്റിൽ തന്നോടുണ്ടായ എതിർപ്പാണ് വിൻസിയുടെ പരാതിക്ക് കാരണമെന്നും ഷൈൻ പറഞ്ഞു. ലഹരി കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച വീണ്ടും ഹാജരാകണമെന്ന് ഷൈൻ ടോം ചാക്കോയോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസി അലോഷ്യസിന്റെ പരാതിയിൽ പ്രതികരണവുമായി സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർ. സെറ്റിൽ ലഹരി ഉപയോഗം പ്രോത്സാഹിപ്പിച്ചിട്ടില്ലെന്നും പ്രശ്നങ്ങൾ മാധ്യമങ്ങൾ വഴിയാണ് അറിയുന്നതെന്നും ഇവർ പറയുന്നു. സെറ്റിൽ വെച്ച് ഉണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി ലഭിച്ചിരുന്നില്ലെന്ന് നിർമ്മാതാവ് ശ്രീകാന്ത് പറഞ്ഞു. ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പരാതിയിൽ കൃത്യമായ അന്വേഷണം നടക്കണമെന്നും ശ്രീകാന്ത് ആവശ്യപ്പെട്ടു. Firstly, I just want to let you know that initially we didn't get any complaint. We were also shocked like you guys. The complaint was directly given in the media. We were not noticed on the set or the later. So that I wanted to clear the thing. We never tried to suppress any of the issues. And second thing is as a producer and also a member of Malayalam film industry. And these allegations are like very serious, and we need to make sure there is a fairness and transparency. So our body, internal body, that ICC body and the film chamber
we are conducting a meeting on 21st of this month to investigate on this issue and you see what happened there. So basically, and also it is not about only two people or one person who is affected here. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ KM എബ്രഹാമിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ജോമോൻ പുത്തൻപുരയ്ക്കൽ. തനിക്കെതിരായ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധമാണെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടി. അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടതിന് പിന്നാലെ ഗൂഢാലോചന ആരോപിച്ച് KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിൽ ജോമോൻ പുത്തൻപുരയ്ക്കലിനെതിരെയും ജേക്കബ് തോമസിനെതിരെയും ഗൂഢാലോചന കുറ്റം ആരോപിച്ചിരുന്നു. ഇതിനെതിരെയാണ് ജോമോൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത് നിയമവിരുദ്ധ നടപടിയാണെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ ഹൈക്കോടതി തള്ളിയതാണെന്നും ജോമോൻ പരാതിയിൽ പറയുന്നു. വിജിലൻസ് കോടതിയെ സമീപിച്ചതിന് KM എബ്രഹാമിന് തന്നോട് വ്യക്തിവൈരാഗ്യമുണ്ടെന്നും PWD റെസ്റ്റ് ഹൗസ് ദുരുപയോഗം ചെയ്തുവെന്ന അന്വേഷണം അതിന്റെ തുടർച്ചയായി ഉണ്ടായതാണെന്നും ജോമോൻ പറയുന്നു. ധനകാര്യ പരിശോധനാ റിപ്പോർട്ട് നിയമസഭാ പെറ്റീഷൻ കമ്മിറ്റി അന്ന് തള്ളിയതാണെന്നും ജോമോൻ ചൂണ്ടിക്കാട്ടി. ജോമോൻ ഗൂഢാലോചന നടത്തിയതിന്റെ തെളിവായി ചില ഫോൺ രേഖകൾ KM എബ്രഹാം കാട്ടിയിരുന്നു. എന്നാൽ ഇക്കാര്യം തള്ളിയ ജോമോൻ അഴിമതി പുറത്തു കൊണ്ടുവരാൻ വ്യക്തികളുമായി സംസാരിക്കുന്നത് ഗൂഢാലോചന അല്ല എന്നും പറയുന്നു. KM എബ്രഹാം നൽകിയ പരാതി അന്വേഷിക്കേണ്ടതുണ്ടെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് KM എബ്രഹാമിന്റെ കത്ത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ജോമോൻ പരാതി നൽകുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റാങ്ക് പട്ടികയുടെ കാലാവധി തീർന്നതോടെ പ്രതീക്ഷകളെല്ലാം നഷ്ടമായ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് നടയിലെ സമരം അവസാനിപ്പിച്ചു. ഹാൾ ടിക്കറ്റും റാങ്ക് പട്ടികയും കത്തിച്ചാണ് സമരം അവസാനിപ്പിച്ചത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പുച്ഛവും അപമാനവും ഏറ്റുവാങ്ങിയെന്നും മുഖ്യമന്ത്രി കാണാൻ പോലും അനുവദിച്ചില്ലെന്നും ഇടതു വനിതാ നേതാക്കൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ഉദ്യോഗാർത്ഥികൾ ആരോപിച്ചു. അവസാന നിമിഷം വരെയും ജോലി കിട്ടുമെന്ന പ്രതീക്ഷ കൈവിടാതെയാണ് വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ ഇക്കഴിഞ്ഞ 18 ദിവസവും സെക്രട്ടേറിയറ്റ് നടയിൽ സമരമിരുന്നത്. മുട്ടിലിഴഞ്ഞും ഉപ്പുകല്ലിന്മേൽ ഒറ്റക്കാലിൽ നിന്നും ശയനപ്രദക്ഷിണം നടത്തിയും ചോര കൊണ്ട് ബാനർ എഴുതിയും വ്യത്യസ്ത സമരമുറകളിലൂടെയായിരുന്നു ഓരോ ദിവസവും പ്രതിഷേധിച്ചത്. ഒടുവിൽ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച് അവർ ഹാൾ ടിക്കറ്റും റാങ്ക് പട്ടികയും കത്തിച്ചാണ് പ്രതിഷേധം പ്രകടിപ്പിച്ചത്. കഴിഞ്ഞ മാസം 18-ാം തീയതിയാണ് ഞങ്ങൾ AKG സെന്ററിൽ പോയത്. അവിടുന്ന് ഒരു നേതാവ് ഞങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിലിറങ്ങി എണ്ണ ഒഴിച്ച് ആത്മാഹൂതി ചെയ്തു കഴിഞ്ഞാലും മരത്തുനിന്ന് കയറി താഴിലേക്ക് തുള്ളിയാലും മരത്തിൽ കയറ് കെട്ടി തൂങ്ങിയാലും പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്നാണ്. DYFI എന്നുള്ള സംഘടനയിലത്തെ ആൾക്കാർ ഇതുവരെയായിട്ട് ഞങ്ങൾ 18 ദിവസം ഇവിടെ വെയിലും മഴയും കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരു നേതാവ് പോലും ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മന്ത്രി ഞാൻ പറയുന്നില്ല, ഒരു സാറ് പറഞ്ഞേക്കുന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പോയിക്കൂടെ എന്നാണ്. അതുപോലെ പ്രൈവറ്റ് ജോലിക്ക് പോയിക്കൂടെ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രൈവറ്റ് ജോലിക്ക് പോകാനാണെങ്കിലും മീൻ വിൽക്കാൻ പോകാനാണെങ്കിലും ഞങ്ങൾ ഈ 3-4 വർഷം ഇവിടെ കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു യുവജനങ്ങളെയും പറ്റിക്കരുത്. ഞങ്ങളുടെ ജീവിതമാണിത്, പറഞ്ഞു പറ്റിക്കരുത്. ആകെ 967 പേരുള്ള റാങ്ക് പട്ടികയിൽ 292 ഒഴിവുകൾ മാത്രമായിരുന്നു നികത്തിയത്. ഇന്നലെ 45 നിയമനങ്ങൾ കൂടി നടത്തിയതിൽ സമരമിരുന്ന വെറും 3 പേരെ മാത്രമായിരുന്നു പരിഗണിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാപ്രവർത്തകർ 62 വയസ്സിൽ പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കി. വിരമിക്കൽ പ്രായം 65 ആക്കി ഉയർത്തണമെന്നാണ് ആശാപ്രവർത്തകരുടെ ആവശ്യം. സമരം 69-ാം ദിവസം പിന്നിടുകയാണ്. വിരമിക്കൽ പ്രായപരിധി 62 എന്നതിൽ മാറ്റം വരുത്തണമെന്നുള്ളത് ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു. ദിവസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ വിരമിക്കൽ പ്രായം 62 വയസ്സായി നിശ്ചയിച്ചുകൊണ്ടുള്ള 2022 മാർച്ച് 2-ന് ഇറക്കിയ ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇന്ന് പുതിയ ഉത്തരവിറക്കി. വലിയ പ്രതീക്ഷയാണ് ഇത് ആശാപ്രവർത്തകർക്ക് നൽകുന്നത്. പക്ഷേ മിനിസ്റ്റർ എപ്പോഴും പറഞ്ഞിരുന്നത് അത് ഫ്രീസ്ഡ് ആണ്, അത് പ്രാബല്യത്തിലില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം നമ്മൾ ഈ സമരം തുടങ്ങിയാൽ പിന്നെ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവ് പിൻവലിക്കാമെന്നാണ് മിനിസ്റ്റർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ആ ഉത്തരവ് തന്നെ ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സമരത്തിൻ്റെ വിജയം തന്നെയാണ്. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ അനവധി പേരാണ് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരപ്പന്തലിലെത്തുന്നത്. KK രമ MLA ഉൾപ്പെടെയുള്ളവർ ഇന്ന് സമരവേദിയിലെത്തി. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യമായി 5 ലക്ഷം നൽകുക, പെൻഷൻ ഏർപ്പെടുത്തുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളിൽ തീരുമാനമായിട്ടില്ല. ഫെബ്രുവരി 10-നാണ് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. ആരോഗ്യമന്ത്രി വീണ ജോർജുമായി 3-ാം വട്ടം നടത്തിയ ചർച്ചയിൽ ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ പഠിക്കാൻ കമ്മിറ്റിയെ നിയമിക്കാമെന്ന സർക്കാരിന്റെ
നിലപാട് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 53-ാം ദിനത്തിൽ വിളിച്ചു ചേർത്ത ചർച്ചയിലെടുത്ത തീരുമാനം സമരം 69-ാം ദിവസത്തിലെത്തിയിട്ടും നടപ്പിലായിട്ടില്ല. എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചു കിട്ടും വരെ സമരവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊതു ഇടങ്ങളിലേക്ക് മലിനജലവും ദ്രവരൂപത്തിലുള്ള മാലിന്യവും ഒഴുക്കുന്നതിനെതിരെ കർശന നടപടികളുമായി അബുദാബി നഗരസഭ. നഗരവാസികൾക്കും സ്ഥാപനങ്ങൾ നടത്തുന്നവർക്കും ഇത് സംബന്ധിച്ച നിയമ നടപടികൾ ബാധകമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പൊതുസ്ഥലങ്ങളിലേക്ക് ദ്രാവക രൂപത്തിലുള്ള മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നതും വെള്ളക്കെട്ടിന് കാരണമാകുന്ന മലിനജലം ഒഴുക്കുന്നതും 4000 ദിർഹം വരെ പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ആദ്യ തവണ 1000 ദിർഹവും കുറ്റകൃത്യം ആവർത്തിച്ചാൽ 2000 ദിർഹവുമാണ് പിഴ. സമാന സാഹചര്യം വീണ്ടും ഉണ്ടായാൽ 4000 ദിർഹ പിഴ ഒടുക്കേണ്ടി വരും. നഗരഭംഗി നിലനിർത്തുന്നതിനും പൊതുജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്തുമാണ് നിർദ്ദേശമെന്ന് അബുദാബി നഗരസഭ അറിയിച്ചു. നായർ സർവീസ് സൊസൈറ്റി കുവൈറ്റിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ സ്നേഹവീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. NSS കുവൈറ്റ് ഭാരവാഹികളും NSS ആസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഡയറക്ടർ ബോർഡ് മെമ്പർമാരും യൂണിയൻ ഭാരവാഹികളും കരയോഗം ഭാരവാഹികളും വിവിധ ജില്ലകളിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തു. ഈ വർഷം 15 വീടുകളാണ് NSS കുവൈറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അശരണർക്കായി നൽകുന്നത്. നിർമ്മാണം പൂർത്തിയായ കൊല്ലം ജില്ലയിലെ മുഖത്തലയിലും ചേർത്തല കണിച്ചുകുളങ്ങരയിലെയും തിരുവിഴയിലും ചെങ്ങന്നൂരിലെ ബുധനൂരിലെയും 3 വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് നടന്നത്. NSS കുവൈറ്റ് പ്രസിഡന്റ് കാർത്തിക് നാരായണൻ ആദ്യ സ്നേഹവീടിന്റെ താക്കോൽ ഗുണഭോക്താവായ ശ്രീലതയ്ക്ക് കൈമാറി. NSS കുവൈറ്റ് ജനറൽ സെക്രട്ടറി അനീഷ് പി നായർ, ട്രഷറർ ശ്യാംജി നായർ, രക്ഷാധികാരി KP വിജയകുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ നിർമ്മാണം പൂർത്തിയാകുന്ന സ്നേഹവീടുകളുടെ താക്കോൽദാനം അടുത്ത മാസം നടത്തുമെന്ന് വെൺമണി, ഇളമാട് കരയോഗങ്ങളിലായി നിർമ്മിക്കുന്ന ഭവനങ്ങളുടെ ശിലാസ്ഥാപന കർമ്മം ഈ മാസം നടത്തുമെന്നും NSS കുവൈറ്റ് ഭാരവാഹികൾ അറിയിച്ചു. ദുഃഖവെള്ളി ആചരിച്ച് കുവൈറ്റിലെ വിശ്വാസികൾ. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി ക്രിസ്തു കുരിശുമരണം വരിച്ചതിന്റെ സ്മരണ പുതുക്കി സെന്റ് ഗ്രിഗോറിയോസ് ഇന്ത്യൻ ഓർത്തഡോക്സ് മഹാ ഇടവകയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദുഃഖവെള്ളി ശുശ്രൂഷയിൽ 5000-ലധികം വിശ്വാസികളാണ് പങ്കെടുത്തത്. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അങ്കണത്തിൽ നടന്ന ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾക്ക് മഹാ ഇടവക വികാരി റവറന്റ് ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സഹവികാരി റവറന്റ് ഫാദർ മാത്യു തോമസ്, റവറന്റ് ഫാദർ ഗീവർഗീസ് ജോൺ എന്നിവർ സഹകാർമ്മികരായി. ഏകദേശം 7 മണിക്കൂറിലധികം നീണ്ട ശുശ്രൂഷകൾക്ക് ശേഷം നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. തെരുവ് നായ്ക്കൾ പെരുകുന്നത് മൂലമുണ്ടാകുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അവയുടെ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളും സംഘടനകളുമൊക്കെ ധാരാളമായുണ്ട്. കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച വാർത്തകളൊക്കെ നിരന്തരം കാണാറും കേൾക്കാറുമുണ്ട് നമ്മൾ. തെരുവ് നായ്ക്കളെ കണ്ടെത്തി സംരക്ഷിക്കുന്ന അൽ മയ്യ K9 എന്ന അനിമൽ റെസ്ക്യൂ സംഘത്തെ ദുബായിൽ നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ എന്ന പ്രദർശനത്തിനിടെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീരാജ് കണ്ടുമുട്ടി. ശ്രീരാജ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ പെറ്റ് വേൾഡ് അറേബ്യ എന്ന പേരിൽ ഒരു എക്സിബിഷൻ നടക്കുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊച്ചു നായയുടെ പേര് ഡാലിയ എന്നാണ്. തെരുവിൽ നിന്ന് സംരക്ഷിച്ചതാണ് ഇവളെ. തെരുവു നായ്ക്കളെയും ഉടമസ്ഥർ ഉപേക്ഷിച്ചവയെയുമൊക്കെയാണ് ഇവർ സംരക്ഷിക്കുന്നത്. തലയിലും ശരീരത്തിൻ്റെ മറ്റിടങ്ങളിലും വെടിയുണ്ട കയറിയ നിലയിൽ കണ്ടെത്തിയ പെൺനായയുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഇവയൊക്കെ കണ്ടെത്തി ആവശ്യമായ ചികിത്സയും പരിചരണവും നൽകി സംരക്ഷിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ആവശ്യക്കാരുണ്ടെങ്കിൽ വളർത്താനും പരിചരണത്തിനുമായി നൽകുകയും ചെയ്യും. വളർത്തുനായ്ക്കൾ ഉൾപ്പെടെ വീടുകളിൽ ഓമനിച്ച് വളർത്തുന്ന ജീവികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രദർശനമാണ് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ എല്ലാ വർഷവും നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ. ഓമനിച്ച് വളർത്തുന്ന മൃഗങ്ങൾക്കുള്ള മരുന്നുകൾ, അവയെ അണിയിക്കാനുള്ള ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, കൂടുകൾ, നായകളെ പൂട്ടിയിടുന്നതിനുള്ള ആകർഷകമായ തുടരുകൾ എന്നിങ്ങനെ ആയിരക്കണക്കിന് വസ്തുക്കളും മേളയിൽ പ്രദർശനത്തിനുണ്ട്. So what we do is we are rescuing dogs off the streets. We're looking after unwanted pets, abandoned pets. So when they come in, so rescue, rehabilitation, you'll see all around our booth, all the labels. So rehabilitation is the next step. So be it medical, be it emotional, be it in the form of training. So we rehabilitate the dogs, preparing them for the next step, which is rehoming. മൃഗങ്ങളുടെ ചികിത്സാ രീതികളും ഉപകരണങ്ങളുമൊക്കെ പൊതുജനങ്ങൾക്ക് പരിചയപ്പെടാനുള്ള അവസരവുമുണ്ട്. മനുഷ്യരും മൃഗങ്ങളുമൊത്തുള്ള സഹവാസത്തിന്റെയും സ്നേഹബന്ധത്തിന്റെയും കാഴ്ചകളാൽ സമ്പന്നമാണ് ദുബായിൽ നടക്കുന്ന പെറ്റ് വേൾഡ് അറേബ്യ പ്രദർശനം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്. സൗദിയിൽ വാഹനാപകടത്തിൽ മലയാളി അടക്കം 2 ഇന്ത്യക്കാർ മരിച്ചു. തബൂക്കിന് സമീപം ദുബായിലുണ്ടായ റോഡ് അപകടത്തിൽ മലപ്പുറം കൊണ്ടേട്ടി ഐക്കരപ്പടി സ്വദേശി വെണ്ണായൂർ കുറ്റിത്തൊടി ഷരീഫിന്റെ മകൻ ഷെഫിൻ മുഹമ്മദ് 26 വയസ്സ്, രാജസ്ഥാൻ സ്വദേശി ഇർഫാൻ അഹമ്മദ് എന്നിവരാണ് മരിച്ചത്. തബൂക്കിൽ നിന്ന് ദുബായിലേക്ക് പോകുന്നതിനിടെ
ഷിബ്രി എന്ന സ്ഥലത്താണ് അപകടം. മറ്റൊരു അപകടത്തിൽ മലയാളി മരിച്ചതായും റിപ്പോർട്ടുണ്ട്. അൽ ഖോബർ തുക്ബ സ്ട്രീറ്റ് 20 റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വാഹനമിടിച്ചാണ് മരിച്ചത്. വാക്സിൻ വികസനം, ക്ലിനിക്കൽ ഗവേഷണം, ബയോടെക്നോളജി എന്നീ മേഖലകളിൽ സഹകരണവും പങ്കാളിത്തവും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് സൗദി അറേബ്യയും ഫ്രഞ്ച് ബഹുരാഷ്ട്ര ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ സെനോഫിയും ചർച്ച നടത്തി. ലിയോണിൽ സൗദി ആരോഗ്യമന്ത്രി ഫഹദ് അൽ ജലാജിലും സെനോഫി ഡയറക്ടർ ബോർഡ് ചെയർമാൻ ഫെഡറിക് ഈഡിയയും കമ്പനി വാക്സിൻ കാര്യ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് തോമസ് ട്രയോംഫയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ഇൻസുലിൻ പൂർണ്ണമായും സൗദിയിൽ നിർമ്മിക്കൽ അടക്കമുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ച് വിശകലനം ചെയ്തത്. ജിദ്ദയിൽ സംഗീതമഴ പെയ്യിച്ച് രാഗതാളലയം എന്ന പേരിൽ മ്യൂസിക്കൽ റെയിൻ്റെ ബാനറിൽ ഷെറഫിയയിൽ സഫർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ശ്രദ്ധേയമായി. സംഘാടകരായ ഹസൻ കൊണ്ടോട്ടിയും യൂസുഫ് കോട്ടയും സംഘടിപ്പിച്ച പരിപാടി ജിദ്ദയിലെ പ്രശസ്ത ഗായകർ പഴയതും പുതിയതുമായ മെലഡി ഗാനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവതരിപ്പിച്ച് മധുര ഓർമ്മയാക്കി മാറ്റി. ജമാൽ പാഷ, ആശാ ഷിജു എന്നിവർ സംഗീത പരിപാടിക്ക് നേതൃത്വം കൊടുത്തു. ജിദ്ദ പൗരാവലി ചെയർമാൻ കബീർ കൊണ്ടോട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജിദ്ദയിലെ വിവിധ മേഖലകളിലെ പ്രശസ്തരായ വ്യക്തികൾ പരിപാടിക്ക് ആശംസ അറിയിച്ചു. മറ്റു വാർത്തകളിലേക്ക്. വഖഫ് നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറിയ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് സന്ദർശിച്ച് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ബംഗാൾ ഗവർണർ CV ആനന്ദബോസും അവരുടെ ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കുമെന്ന് ഇരുവരും പ്രതികരിച്ചു. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹത്കറിന് മുന്നിൽ പൊട്ടിക്കരയുകയായിരുന്നു കലാപത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ. ജനങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെക്കുമെന്നും വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും അവർ പറഞ്ഞു. സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ അന്വേഷിക്കും. വിഷയത്തിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ ഇടപെടുകയായിരുന്നു. പശ്ചിമ ബംഗാൾ ഗവർണർ CV ആനന്ദബോസും മുർഷിദാബാദിലെ സംഘർഷബാധിത മേഖല സന്ദർശിച്ചു. എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ആവശ്യങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ അറിയിക്കുമെന്നും ഗവർണർ പറഞ്ഞു. പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ കടുത്ത അതൃപ്തിക്കിടെയാണ് ബംഗാൾ ഗവർണർ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത്. അതേസമയം ഗവർണറുടെ സന്ദർശനം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടാണെന്ന് തൃണമൂൽ കോൺഗ്രസ് പ്രതികരിച്ചു. ബംഗാളിൽ വഖഫ് ഭേദഗതി നിയമത്തിനെതിരായ പ്രതിഷേധത്തിൽ പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 3 പേരാണ് കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ NIA അമേരിക്കയിലെ ജയിലിലെത്തി ചോദ്യം ചെയ്തേക്കും. തഹാവൂർ റാണയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മുംബൈ ഭീകരാക്രമണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ലിയെ ചോദ്യം ചെയ്യുന്നതിന്റെ സാധ്യത NIA ആരായുന്നത്. അമേരിക്കയിൽ ജയിലിൽ കഴിയുകയാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. അമേരിക്കയോട് ഉചിതമായ സമയത്ത് ഇക്കാര്യം രേഖാമൂലം ആവശ്യപ്പെടുകയും അമേരിക്കയുടെ സഹകരണത്തോടെ ചോദ്യം ചെയ്യാനുമാണ് ഇന്ത്യ ആലോചിക്കുന്നത്. ഒരാഴ്ചയായി NIA കസ്റ്റഡിയിലുള്ള തഹാവൂർ റാണയിൽ നിന്ന് മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ NIA ശേഖരിക്കുകയാണ്. റാണയുടെ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ഡേവിഡ് ഹെഡ്ലി മുംബൈയിലെത്തിയത്. മറ്റു രാജ്യങ്ങളിലേക്ക് തന്നെ അയക്കരുതെന്ന കാര്യത്തിൽ നിബന്ധന മുന്നോട്ട് വെച്ച ശേഷമാണ് അമേരിക്കയിലെ വിചാരണ നടപടികളുമായി ഹെഡ്ലി സഹകരിച്ചത്. ഇക്കാര്യത്തിൽ അമേരിക്ക ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ ഹെഡ്ലിയെ ഇന്ത്യയിലെത്തിക്കാൻ പറ്റാത്തതിനാൽ അമേരിക്കയിലെ ജയിലിൽ വെച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് NIA ആരായുന്നത്. ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുന്നതിൽ ലഷ്കർ ഇ തൊയ്ബ, ISI തുടങ്ങിയ ഭീകര സംഘടനകൾക്കുള്ള പങ്കുൾപ്പെടെയുള്ള സുപ്രധാന വിവരങ്ങൾ റാണയെ ചോദ്യം ചെയ്തതിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത TV. BJPയുടെ പുതിയ അധ്യക്ഷനെ ഈ മാസം അവസാനത്തോടെ പ്രഖ്യാപിക്കും. RSSുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാകും അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. വിവിധ പേരുകൾ മുന്നിലുണ്ട് എങ്കിലും തെക്കേ ഇന്ത്യയിൽ നിന്നൊരാളെ പരിഗണിക്കണമെന്ന താൽപര്യം BJP നേതൃത്വം മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം കേന്ദ്ര മന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും അടുത്ത മാസം ഉണ്ടായേക്കും. ഈ ആഴ്ച അവസാനത്തോടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലെയും പുനഃസംഘടനാ പ്രക്രിയകൾ പൂർത്തീകരിക്കുവാനുള്ള നീക്കത്തിലാണ് BJP. UP, മധ്യപ്രദേശ്, കർണാടക, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാരുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായാൽ ഉടൻ ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനുള്ള നടപടികൾ തുടങ്ങും. BJP പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിന് 50% സംസ്ഥാനങ്ങളിലെയും സംഘടനാ തെരഞ്ഞെടുപ്പ് അനിവാര്യമാണ്. BJPയുടെ പുതിയ ദേശീയ അധ്യക്ഷനായുള്ള ചർച്ചകളിൽ യോഗി ആദിത്യനാഥിന്റെയും ശിവരാജ് സിംഗ് ചൗഹാന്റെയും പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ഇരുവരോടും RSSന് താൽപ്പര്യമുണ്ടെന്നാണ് സൂചന. അധ്യക്ഷ സ്ഥാനത്തേക്ക് തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ പരിഗണിക്കണമെന്ന താൽപ്പര്യം BJP നേതൃത്വം അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്.
ദളിത് വിഭാഗത്തിൽ നിന്ന് ഒരാൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുവാനുള്ള സാധ്യതയും നേതാക്കൾ തള്ളിക്കളയുന്നില്ല. മുൻ കേന്ദ്രമന്ത്രിമാരായ മനോഹർ ലാൽ ഖട്ടർ, ധർമ്മേന്ദ്ര പ്രധാൻ, ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയവരുടെ പേരുകളും BJP ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നതായി റിപ്പോർട്ടുണ്ട്. JP നദ്ദ MP ആയി മോദി സർക്കാരിൽ മന്ത്രിയായതോടെയാണ് പുതിയ അധ്യക്ഷനെ കണ്ടെത്തുവാനുള്ള സാഹചര്യം ഉണ്ടായത്. അതേസമയം കേന്ദ്രമന്ത്രിസഭാ വികസനവും പുനഃസംഘടനയും മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ വാർഷികത്തോടനുബന്ധിച്ച് നടത്താനാണ് തീരുമാനം. മഹാരാഷ്ട്രയിലെ വലിയ വിജയത്തിന് പിന്നാലെ ക്യാബിനറ്റിൽ മികച്ച സ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് NCPയും ശിവസേനയും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഉപേന്ദ്ര കുശ്വാഹയെ പോലെയുള്ളവരെ BJP കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കുമെന്നും സൂചനകളുണ്ട്. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. കോന്നി ആനക്കൂട്ടിൽ കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കടുത്ത നടപടിയുമായി വനം വകുപ്പ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ, 4 ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാർ എന്നിവർക്ക് സസ്പെൻഷൻ. ഒപ്പം DFO, റേഞ്ച് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച കണ്ടെത്തിയ സാഹചര്യത്തിലാണ് നടപടി. കൊല്ലം സദേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ R. കമലാഹറിൻ്റെതാണ് ഉത്തരവ്. ഇക്കോ ടൂറിസം കേന്ദ്രത്തിന്റെ ചുമതലയുള്ള സെഷൻ ഫോറസ്റ്റ് ഓഫീസർ R. അനിൽകുമാർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ സലീം, സതീഷ്, സജനി, സുമയ്യ, ഷാജി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. കൂടാതെ DFO, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എന്നിവരെ സ്ഥലം മാറ്റും. നിരവധി സന്ദർശകർ എത്തുന്ന ആനക്കൂട്ടിൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച വരുത്തിയെന്ന് വകുപ്പുതല അന്വേഷണത്തിൽ വ്യക്തമായതോടെയാണ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് അടൂർ കടമ്പനാട് നിന്നും കുടുംബത്തോടൊപ്പം ആനക്കൂട് സന്ദർശിക്കാനെത്തിയ 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണ് വീണ് മരിച്ചത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ആനക്കൂട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. മരിച്ച കുട്ടിയുടെ മൃതദേഹം നാളെ കടമ്പനാട്ടെ വീട്ടിൽ സംസ്കരിക്കും. അമൃത ന്യൂസ്, പത്തനംതിട്ട. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ഗതിമാറി ഒഴുകിയ പുന്നപ്പുഴയെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പ്രവൃത്തി ആരംഭിച്ചു. ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് മാലിന്യം നീക്കുന്നത്. പുന്നപ്പുഴയിൽ അടിഞ്ഞുകൂടിയ അവശിഷ്ടങ്ങളാണ് ആദ്യഘട്ടത്തിൽ മാറ്റുന്നത്. പുഴയുടെ സ്വാഭാവികമായ ഒഴുക്കിന് തടസ്സമാവുന്ന അവശിഷ്ടങ്ങൾ ആദ്യഘട്ടത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത്. പാറക്കഷ്ണങ്ങൾ പുഴയുടെ അരികു സംരക്ഷണം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾക്കായി ഉപയോഗിക്കും. ദുരന്തത്തിൽ 5.7 ദശലക്ഷം ക്യൂബിക് മീറ്റർ അവശിഷ്ടങ്ങളാണ് പുന്നപ്പുഴയിൽ അടിഞ്ഞത്. 8 കിലോമീറ്ററോളം ദൂരം പുഴ ഗതിമാറി ഒഴുകി. അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ നദീതീരത്തേക്കുള്ള ഒഴുക്ക് നിയന്ത്രിക്കൽ, നദിയുടെ പുനഃജീവനം, തീരത്തെ മണ്ണൊലിപ്പിൽ നിന്ന് സംരക്ഷിക്കൽ, വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകൾക്ക് മുകളിലൂടെയല്ലാതെ സുരക്ഷിതമായ കടന്നുപോകൽ, നദീതീരം സുസ്ഥിരമാക്കി വിന്യാസം മെച്ചപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യമിടുന്നത്. ദുരന്തഭൂമിയിലെ മാലിന്യം നീക്കുന്നതിന് NIT വിദഗ്ധരുടെ നൂതന സാങ്കേതിക സഹായവും നിർദ്ദേശവും ഉണ്ടാകും. മാലിന്യം നീക്കം ചെയ്യുന്നതിനായി ജലവിഭവ വകുപ്പ് വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കി സമർപ്പിച്ചിരുന്നു. ഈ DPR കോഴിക്കോട് NITയിലെ വിദഗ്ധർ പരിശോധിക്കും. കോഴിക്കോട് നിന്നുള്ള NIT വിദഗ്ധ സംഘവും ദുരന്തഭൂമിയിലെത്തി പ്രാഥമിക പരിശോധന നടത്തിയിരുന്നു. അമൃത ന്യൂസ്, വയനാട്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. ജോസ് ബട്ട്ലറിന്റെ ബാറ്റിംഗ് മികവിലാണ് ഗുജറാത്തിന്റെ ജയം. ഡൽഹി ഉയർത്തിയ 204 എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്ത് ടൈറ്റൻസ് 4 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് വിജയം കണ്ടു. ബട്ട്ലർ 54 പന്തിൽ 98 റൺസ് അടിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. ഗുജറാത്തിനായി പ്രസിദ്ധ് കൃഷ്ണ 4 വിക്കറ്റ് വീഴ്ത്തി. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.